അപ്പോൾ ഷാഫിയുമായിട്ടൊക്കെ ഞാൻ സംസാരിക്കാറുണ്ട് നല്ലത്, ബട്ട് നെവർ വിത്ത് ദിസ് ഗേൾ മോഹിനിയായിട്ട് ഞാൻ പിന്നെ കോൺടാക്ട് ഉണ്ടായിട്ടില്ല. ഇല്ല. പക്ഷെ നമ്മള് ഈ ഇവന്റ് ഞാൻ പറഞ്ഞില്ലേ പഞ്ചാബി ഹൗസ് റീലോഡഡ്, ആ സമയത്ത് ചേച്ചിനെ അപ്രോച്ച് ചെയ്ത പോലെ തന്നെ തീർച്ചയായിട്ടും ആ സിനിമ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഉണ്ടാവണമല്ലോ ആ ഇവന്റിൽ. അങ്ങനെ വിളിച്ചിരുന്നു മോഹിനിനെ. അന്ന് വിളിച്ചു കഴിഞ്ഞ് കുറേ തവണ ട്രൈ ചെയ്തു. അങ്ങനെ ട്രൈ ചെയ്തപ്പോൾ എല്ലാ നമ്പറും മാറി മാറി പോയിക്കൊണ്ടേയിരിക്കും. ആ നമ്പറിലൊന്നുമില്ല. അപ്പൊ വേറൊരു നമ്പർ നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചു. ആ നമ്പറിൽ നോക്കുമ്പോൾ അതിലും കിട്ടുന്നില്ല. അങ്ങനെ പിന്നെ മനസ്സിലായത്, നമുക്കറിഞ്ഞ എന്താണെന്ന് വെച്ചാല് മോഹിനി കംപ്ലീറ്റ് ആയിട്ട് സിനിമ ഈ ഒരു ലോകമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് മാറി. ഇപ്പൊ കംപ്ലീറ്റ്ലി സ്പിരിച്വൽ ആണ് ആള്. ശരിയായിരുന്നു. ഞാനും അത് കേട്ടിട്ടുണ്ടായിരുന്നു, അങ്ങനെ മോഹിനി എന്തോ സ്പിരിച്വൽ ആയിട്ട് മൂവി ചെയ്തു. പക്ഷെ അതൊന്നും അതിനുശേഷം മൂവീസ് ചെയ്തുവോ എന്ന് എനിക്കറിയില്ല. ഇല്ലില്ല, സ്പിരിച്വൽ ആയതിനു ശേഷം ഇത് കംപ്ലീറ്റ് ഈ ഒരു മൂവി ഇതിനോടൊക്കെ കംപ്ലീറ്റ് കട്ട് ഓഫ് ചെയ്ത് പോയിട്ടാണ് ആള് സ്പിരിച്വൽ ഇതിലേക്ക് വന്നത്. പിന്നീട് മൂവി ചെയ്തിട്ടില്ല. ഇപ്പൊ തന്നെ മൂവി ചെയ്തിട്ട് കുറെ വർഷങ്ങളായല്ലോ. ഏതൊരു ഗസ്റ്റ് അപ്പിയറൻസ് ആയിട്ട് കളക്ടർ എന്ന് പറഞ്ഞൊരു മൂവി, അതും കുറച്ച് ഇയേഴ്സ് മുന്നെയാണ്. അതിലെന്തോ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് എന്തോ ചെയ്തിട്ടേ ഉള്ളൂ. അപ്പം ചേച്ചിക്കും ഇപ്പൊ അങ്ങനെ കണക്ഷൻ ഒന്നും ഇല്ല അല്ലേ? അന്ന് തന്നെ ഒരുപാട് പേര് എന്നോട് ചോദിച്ച ചോദ്യമായിരുന്നു ആക്ച്വലി. കാരണം നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് തന്നെ ആയതുകൊണ്ട്. പക്ഷേ പിന്നെ ഷീസ് നോട്ട് എ മലയാളി അല്ലേ, അതിന്റെ ഒരു ചെന്നൈയിൽ താമസിക്കുന്ന കുട്ടിയായതുകൊണ്ടൊക്കെ ആയിരിക്കാം. ഓക്കെ, ഇനി നമുക്ക് ആ പഞ്ചാബി ഹൗസിലേക്ക് വീണ്ടും തിരിച്ചു വരാം. ഓക്കെ, പഞ്ചാബി ഹൗസിൽ ചേച്ചി അപ്പൊ ഈ സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴേ നിങ്ങൾ അന്നും ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറയില്ലേ? സ്ക്രിപ്റ്റ് തരും ഓഫ് കോഴ്സ് അല്ലേ? അപ്പൊ അത് കേട്ടപ്പം ചേച്ചിക്ക് ചേച്ചിയുടെ കഥാപാത്രത്തിന് ഇത്ര ഇമ്പോർട്ടൻസ് ഉണ്ടെന്നോ, അല്ലെങ്കിൽ എന്നോട് അന്ന് ഞാൻ പറഞ്ഞേ രാത്രി അപ്പൊ എന്നോട് ഒരു ഔട്ട്ലൈൻ എനിക്ക് തന്നു. അന്ന് സംസാരിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, അപ്പൊ ഇങ്ങനെയാണ് ഈ ഹീറോയിന് സംസാരിക്കാൻ പറ്റില്ല, അപ്പം സംസാരിക്കുന്ന കാര്യമാണെന്ന് പറഞ്ഞു. പിന്നെ പിറ്റേ ദിവസം രാവിലെ ഹീറോയിൻ ആയിട്ട് ആക്ച്വലി മോഹിനി അല്ലായിരുന്നു ഫസ്റ്റ് ഹീറോയിൻ. സംബഡി എൽസ് ഹാഡ് ഡൺ ദ റോൾ ഫോർ 3 days. പിന്നെ അവർക്ക് എന്തോ റഷസ് നോക്കിയപ്പോൾ ആ കുട്ടി ഒരു പഞ്ചാബി ലുക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ട് മാറ്റിയിട്ട് ഒരു ദിവസം ബ്രേക്ക് ചെയ്തിട്ടാണ് ഡേ മോഹിനി ജോയിൻ ദ ഫിലിം. അങ്ങനെയായിരുന്നു, ലാസ്റ്റ് മിനിറ്റ് ചേഞ്ച് ഓഫ് ഡെസിഷൻ ആയിരുന്നു അത്. എന്നിട്ട് ചേച്ചി സ്ക്രിപ്റ്റ് വായിച്ചു. ചേച്ചി അപ്പൊ പിറ്റേ ദിവസം രാവിലെ ഇപ്പം പറഞ്ഞു ഇങ്ങനെയാണ്. അപ്പോഴും എന്നോട് പറഞ്ഞു ഇതിൽ ലാസ്റ്റ് ഒരു സീനാണ്, അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. കാരണം ഇമോഷണൽ ആയിട്ട് അവൾ പറയാൻ നോക്കുമ്പോൾ യു ഹാവ് ടു ട്രാൻസ്ലേറ്റ് അല്ല പുട്ട് ഇറ്റ് ഇൻ ടു വേർഡ്സ് എന്ന് പറഞ്ഞിട്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ടെൻഷനായിരുന്നു ആക്ച്വലി, അത് ചെയ്യാൻ പറ്റുമോ അറിയില്ലല്ലോ എന്ന് ടെൻഷനില്ല. പക്ഷേ ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ് വെന്റ്. എനിവേ ആരും കംപ്ലൈന്റ് പറഞ്ഞില്ല. എന്നിട്ട് ആ സൈൻ ലാംഗ്വേജ് ഒക്കെ ചേച്ചി ചെയ്യുന്നുണ്ടല്ലോ. സൈൻ ലാംഗ്വേജ് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. മോഹിനിക്കായിരുന്നു ശരിക്കും. ചേച്ചി മോഹിനിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണതൊക്കെ ഉണ്ടല്ലോ. മോഹിനി ഇങ്ങോട്ടേക്ക് പറയും, ഞാൻ പറയുന്നത് കുട്ടിക്ക് മനസ്സിലാകുമായിരുന്നു. പക്ഷെ അവൾക്ക് പറയാനുള്ളത് അവൾ സൈൻ ലാംഗ്വേജിൽ ചെയ്യുന്നതായിരുന്നു. ഓക്കെ, അപ്പൊ ചേച്ചി അതിന്റെ അത് പഠിക്കാൻ വന്നില്ല. ഒന്നും വന്നിട്ടുണ്ടായി. ഓക്കെ, ഇനി ആ സെറ്റില് ഈ സിനിമ ചേച്ചി ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഓരോ ഫെസ്റ്റിവൽ വരുമ്പോ പിന്നെ നമ്മളൊക്കെ ടി വിയിൽ എത്ര തവണ കണ്ടിരിക്കുന്നതാണ് പഞ്ചാബി ഹൗസ്. ഇപ്പോഴും നമ്മുടെ ടി വിയിൽ കണ്ടാൽ നമ്മൾ ഇങ്ങനെ ആദ്യം കാണുന്ന പോലെ നമ്മളിരുന്ന് കണ്ട് നമ്മളിരുന്ന് ചിരിച്ചുകൊണ്ടേയിരിക്കും. അടുത്ത വരാൻ പോകുന്ന കമന്റ് എന്താന്ന് നമുക്കറിയാം, ആ ഡയലോഗ്സ് എന്താണെന്നറിയാം. ബട്ട് സ്റ്റിൽ നമ്മൾ അതിങ്ങനെ എൻജോയ് ചെയ്തോണ്ടിരിക്കും. അപ്പോ ഇതിന്റെ ഭാഗമായിട്ട് ഷൂട്ടിംഗ് ലൊക്കേഷനിലുണ്ടായിരുന്നപ്പോ നിങ്ങളുടെ ആ ഒരു അന്നത്തെ ഫെസ്റ്റിവൽ സമയത്ത് കാണിക്കുന്ന ആ സിനിമ ഷൂട്ടിങ് ഒരു ഫെസ്റ്റിവൽ ആയിരുന്നു സത്യം പറയുകയാണെങ്കിൽ. കാരണം എല്ലാ ആർട്ടിസ്റ്റും എല്ലാ ദിവസവും ഉണ്ട്. എല്ലാവരും ആ പന്തൽ ബേസ് ചെയ്തിട്ടാണല്ലോ കഥകൾ. എല്ലാവരും എല്ലാ ദിവസവും ഉണ്ട്. പിന്നെ ഉള്ളവർ മുഴുവനും ഭയങ്കര തമാശ പറയുന്ന ആൾക്കാരാണ്. റാഫി മെക്കാറ്റന്റെ സ്ക്രിപ്റ്റിന് ഉപരിയായിട്ട് ഇവര് 4 പേരും, ഇന്ദ്രൻ ചേട്ടനും അശോകൻ ചേട്ടനും കൊച്ചിൻ ഹനീഫ സാറും ദിലീപും കൂടെയും ഒരുപാട് ഇംപ്രൂവൈസ് ചെയ്തിട്ട് എനിക്കൊന്ന് ഈ 4 പേരും അവർ 2 പേരും കൂടെ ഇംപ്രൂവൈസ് ചെയ്തിട്ടാണ് ഇതൊരു പെർഫെക്റ്റ് മൂവി ആയിട്ട് അന്ന് വന്നത്. പലപ്പോഴും ചിലപ്പോൾ പെട്ടെന്നായിരിക്കും എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ ഷോർട്ടിൽ ചിരിച്ചു പോകും, എന്നിട്ട് കട്ട് ചെയ്തിട്ട് വീണ്ടും എടുക്കേണ്ടി വന്നത്. കാരണം അവർ അപ്പപ്പോൾ ലാസ്റ്റ് മിനിറ്റ് എന്തെങ്കിലുമൊക്കെ ഇടുമായിരുന്നു. നല്ല പിന്നെ കോമഡി ആയിട്ട് പോകുന്നോണ്ട് എന്തെങ്കിലും നമ്മൾ സജസ്റ്റ് ചെയ്താലും അത് ആക്സെപ്റ്റ് ചെയ്യുന്ന ഡയറക്ടേഴ്സ് ആയിരുന്നു. അതൊക്കെ നല്ലതായിരുന്നു. ഓക്കെ, ഇത്രയും മനോഹരമായിട്ട് ചേച്ചി ചെയ്തു വെച്ച ക്യാരക്ടർ ഇന്നും എല്ലാവരുടെ ഭാഗത്തുനിന്ന് അപ്രീസിയേഷൻ കിട്ടുന്ന ഒരു ക്യാരക്ടർ. ഇത് ഇത്രയും ഡെപ്തിൽ ചേച്ചീനെ ഒന്ന് ഫീൽ ചെയ്യിപ്പിച്ചിട്ടുണ്ടാവും, അല്ലെ ചേച്ചീനെ ശരിക്കും ടച്ച് ചെയ്തിട്ടുണ്ടാവുന്ന വേറൊരു ക്യാരക്ടർ എന്ന് ചോദിച്ചാൽ അത് ഏതായിരിക്കും? അങ്ങനെ ഞാൻ പറയുകയാണെങ്കിൽ അത്രയ്ക്കൊന്നും ഓടാത്ത ചില സിനിമകളായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ട് എനിക്ക് എടുത്തു പറയുന്നത് പ്രത്യേകിച്ച് ഇഫ് ഐ സേ വൺ മൂവീസ് നെയിം,
വേറൊരു 4-5 മൂവീസ് അവരെ ചിലപ്പം ഹേർട്ട് ചെയ്യും അത്, കാരണം ഞാൻ എന്തുകൊണ്ട് അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. സോ ഐ ഡോണ്ട്, അത് ഞാൻ പറയുന്നത് ശരിയല്ല. കാരണം എനിക്ക് ഡിയർ ആയിരിക്കും, പക്ഷെ ആ സ്ക്രിപ്റ്റ് എഴുതിയ ആൾക്കും ആ ഡയറക്ടേഴ്സിനും അവർക്ക് അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരിക്കും. എനിക്ക് തന്നപ്പോ എനിക്ക് ചേച്ചി ഇതൊരു സൂപ്പർ ക്യാരക്ടറാന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്ന സാധനം ഞാൻ വാല്യൂ ചെയ്തില്ല എന്ന് അവർ വിചാരിക്കാൻ പാടില്ല. സോ ഐ തിങ്ക് അത് ഞാൻ പറയുന്നില്ല. ഓക്കെ, ചേച്ചി ഭയങ്കര എപ്പോഴും മോഡേൺ ഔട്ട്ഫിറ്റ്സ് ഇടാനാണോ ചേച്ചിക്ക് പേഴ്സണലി താല്പര്യം? ഞാനും എന്റെ മോളും ഒരേ ഡ്രസ്സിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോവാറുണ്ട്. മിനിമലിസം മറക്കരുത്. അപ്പം ഞാൻ ആക്ച്വലി സാരീസ് അല്ലാതെ ഇപ്പൊ പിന്നെയും കുറച്ചൊക്കെ ഞാൻ കുറച്ചും കൂടെ കോൺഷ്യസ് ആണ്. ഞാൻ എന്താ വാങ്ങിക്കുന്നത്, ചിലപ്പോൾ കുർത്തീസ് ഒന്നും അവൾക്ക് അത്രയ്ക്ക് താല്പര്യമില്ല. അതൊക്കെ ഞാൻ വാങ്ങിക്കുമ്പോൾ അവളെ പറ്റി ചിന്തിക്കാറില്ല. പക്ഷെ മോഡേൺ ഡ്രസ്സസ് ഞാൻ എത്രയോ വർഷങ്ങളായിട്ട്, ഐ തിങ്ക് അവളൊരു 15-16 ഇയേഴ്സ് ആയ മുതൽ ഞാൻ എന്ത് വാങ്ങിക്കുമ്പോഴും ഞാൻ ആലോചിക്കുക അവൾക്കും കൂടെ ഇഷ്ടാവോ, അവൾക്കും കൂടെ പറ്റുന്നതാണോ എന്ന് നോക്കിയിട്ടാണ് വാങ്ങിക്കുന്നത്. എത്ര പൈസ ലാഭിക്കാം ഒരു ദിവസം. പക്ഷേ ആ ദുഷ്ടത്തെ അങ്ങനൊന്നും വാങ്ങിക്കാറില്ല. അവള് വാങ്ങിക്കുന്ന ഈ കുട്ടിക്കുപ്പായൊക്കെ വാങ്ങിച്ചു വരുമ്പോ നീനക്ക് ഇടാൻ പറ്റുമെന്നൊന്നും അവള് ചിന്തിക്കാറില്ല. അങ്ങനത്തെ ചിന്തകളൊന്നും അവക്കില്ല. എനിക്ക് ആ ചിന്തകളൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ എപ്പോഴും വാങ്ങിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കും അവൾക്ക് ഇഷ്ടമായിരിക്കും. ഞാൻ ഈവൻ ഫുട്വെയർ വാങ്ങിക്കുമ്പോ പോലും ഞാൻ ആലോചിക്കും അവൾക്കൊരു ഇച്ചിരി നെക്സ്റ്റ് സൈസിലേക്ക് പോകണം. അപ്പൊ ഞാൻ ഒരുവിധം നിവർത്തിയുണ്ടെങ്കിൽ ഞാൻ അവൾക്ക് പറ്റുന്ന സൈസില് അപ്പൊ ഇന്ന് ഇട്ടോണ്ട് വന്നിരിക്കുന്ന ഷൂസും ഡ്രസ്സും അവൾക്ക് കുറെയൊക്കെ അവളുടെ സ്വന്തം കാര്യത്തിനൊക്കെ നിൽക്കാനൊക്കെ ആയല്ലോ. അതുകൊണ്ട് ഇന്ന് ഞാൻ വാങ്ങിച്ചത് ആക്ച്വലി ഞാൻ നോക്കിയിട്ടില്ല. ഇല്ല, ഇത് ഇന്നിട്ടത് ഞങ്ങൾ നോക്കിയില്ല. പക്ഷെ അല്ലെങ്കിൽ മിക്കവരും അവളുടെ ടൈപ്പ് അല്ല ആക്ച്വലി. ഐ ഡോണ്ട് തിങ്ക് ഷീ വിൽ വെയർ ദിസ്. ഓക്കേ, പൊതുവേ ചേച്ചിക്ക് മോഡേൺ ഡ്രസ് ഇടാനാണ് കൂടുതൽ ഇഷ്ടം. ഐ ആം കംഫർട്ടബിൾ ആണ്. ജീൻസും ഫ്രോക്സും ഒക്കെ ആയിട്ട് ഐ ആം വെരി കംഫർട്ടബിൾ. കാരണം സി യു ഡോണ്ട് ഹാവ് ടു ബോദർ വാട്ട് ആക്സസറി യു. ഇപ്പൊ കുർത്തീസ് ഇടുകയാണെങ്കിൽ ഇപ്പൊ രമ്യനെ കണ്ടു എന്ത് ഭംഗിയായിട്ട് രമ്യ നല്ലൊരു മാലയൊക്കെ ഇട്ട് വന്നു. അതിനെ പറ്റിയ ആക്സസറീസ്, എന്താണ് കമ്മല്, മാല, അല്ലെങ്കിൽ മോതിരം. See, you wear a jeans, you wear a shirt or a top on that. ഒരു കമ്മലിട്ട് അത് സ്റ്റഡ് പോലത്തെ സാധനമാണെങ്കിലും it doesn't matter. പിന്നെ ഇഫ് യു വോണ്ട് ടു ഡ്രസ് അപ്പ് യുവർ ജീൻസ്, നമ്മൾ അതിന് പറ്റിയൊരു ചെയിൻസ് ഒക്കെ എന്തെങ്കിലും മാലയൊക്കെ ഇടാം എന്നല്ലാതെ, നെക്ക് വെയർ എന്തെങ്കിലും ചെയ്യാം എന്നല്ലാതെ, ബേസിക്കലി ഇറ്റ്സ് ഈസിയർ. ഗെറ്റ് റെഡി, ഗോ. പെട്ടെന്ന് ക്യാരി ചെയ്ത് പോവാനൊക്കെ. പക്ഷെ ചേച്ചി ഫസ്റ്റ് സിനിമയിൽ അഭിനയിച്ചതൊന്നും ഓർക്കുന്നുണ്ടോ? ചേച്ചിയുടെ ആ ഒരു ക്യാരക്ടർ മോഡേൺ ഡ്രസ്സാണ് ആ ക്യാരക്ടർ ഇടുന്നതെന്ന് അറിഞ്ഞത് കൊണ്ട് മാത്രമാണ് അന്ന് ആ സിനിമയിൽ നീനാക്കുറുപ്പ് അറിയാം. അതൊക്കെ അറിഞ്ഞു. സത്യം. അതിന് മുമ്പ് എനിക്ക് വേറെ ഇതൊരു ഫിലിം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഞാനൊരു ധാവണിയും പാവാടിയും ബ്ലൗസും ധാവണിയും ഒക്കെ ഇടുന്ന ക്യാരക്ടറായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട ഇതൊന്നും, എനിക്കത് ചെയ്യാൻ ഇഷ്ടമില്ല, ധാവണിയൊക്കെ ഇട്ടിട്ട് ഞാൻ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഈ മൂവി വന്നത്. അപ്പം ഞാൻ ഈ മൂവിക്ക് എന്നെ വിളിക്കുമ്പോൾ ഞാൻ കാലിക്കറ്റിലില്ല. ഞാൻ ഒരു നാഷണൽ ഇന്റഗ്രേഷൻ മീറ്റിന്റെ ആവശ്യത്തിന് ഞാനും കുറെ ഫ്രണ്ട്സും എല്ലാവരും കൂടെ രാജസ്ഥാനിലാണ്. അപ്പൊ എന്റെ അച്ഛൻ വിളിച്ച് പറയാണ് ഒരു സിനിമയ്ക്ക് വന്നിട്ടുണ്ട്, നിനക്ക് ഒരു സിനിമ റോൾ വന്നിട്ടുണ്ട്, നിനക്ക് താല്പര്യം ഉണ്ടോ ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ച ചോദ്യത്തെ മോഡേൺ വെയർ ആണ്, മോഡേൺ ഡ്രസ് ആണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ പറഞ്ഞു, മോഡേൺ ആണെന്ന് പറഞ്ഞു. എന്നാ ചെയ്യാം, അത്രേ ഉള്ളൂ. ക്യാരക്ടർ അറിയണ്ട, മമ്മൂക്കയാണെന്നൊന്നും എനിക്ക് അറിയ പോലും ഇല്ല. അതൊന്നും അല്ലായിരുന്നു ഇമ്പോർട്ടന്റ്, മോഡേൺ ഡ്രസ് ആണെന്ന് മാത്രമേ നോക്കിയില്ലായിരുന്നു. പക്ഷെ ചേച്ചിനെ കാസ്റ്റ് ചെയ്യണത് ചേച്ചി ഒരു ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റിന്റെ ലൊക്കേഷനിൽ കാണാൻ അങ്ങനെ എന്തോ അല്ലേ? അതെ, അതെങ്ങനെയാ വെച്ചാല് ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റിലെ ഷൂട്ടിന്റെ സമയത്ത് എന്റെ കോളേജിൽ, വേറെ കോളേജാണ്, എന്റെ ഫ്രണ്ട്സ് പഠിക്കുന്ന കോളേജിലാണ് ഷൂട്ട്. അപ്പം മോഹൻലാലിനെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫ്രണ്ട് എനിക്കുണ്ടായിരുന്നു. അപ്പൊ പുള്ളിക്കാരത്തി പറഞ്ഞു ലാലേട്ടന്റെ ഷൂട്ടുണ്ട്. അന്ന് ലാലേട്ടൻ എന്നല്ല മോഹൻലാൽ എന്ന് പറയാം, മോഹൻലാലിന്റെ ഷൂട്ടുണ്ട്, എനിക്ക് കാണാൻ പോകണമെന്ന്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ലിപ്സ്റ്റിക് ഒക്കെ വാരി വലിച്ചിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് സ്റ്റൈലായിട്ട്, കാരണം മോഹൻലാലിനെ കാണാൻ പോകണല്ലോ, അങ്ങനെയൊക്കെ സ്റ്റൈലാക്കി ആക്കിയിട്ട് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ കാണാൻ പോയതാണ്. അപ്പൊ കാണാൻ പോയ സമയത്ത് അന്ന് ഈ ജൂനിയർ ആർട്ടിസ്റ്റിനെ കൊണ്ടുവരാൻ അങ്ങനത്തെ ഒരു സിസ്റ്റം അങ്ങനെ ഉണ്ടായില്ല. ഏതെങ്കിലും കോളേജിൽ വെച്ച് ഷൂട്ട് ഉണ്ടാവും, ആ കോളേജിലെ കുട്ടികളൊക്കെ ആയിരിക്കും അഭിനയിക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും കോളേജിൽ നിന്ന് കുട്ടികളെ കൊണ്ടുവരുന്നത്. അപ്പൊ ഞങ്ങൾ പോയിട്ട് കാണാൻ പോയ ആൾക്കാരായിരുന്നു. അപ്പൊ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ പാന്റും ഷർട്ടും ഒക്കെ ഇട്ട് ലിപ്സ്റ്റിക് ഒക്കെ വാരി വലിച്ചിട്ടൊക്കെ ഇട്ടിട്ടൊക്കെ പോയതാണ്. അപ്പൊ അവര് കണ്ടിട്ട് അവര് വന്ന് ചോദിച്ചു ഈ ഒരു ഷോട്ടിൽ വന്നിട്ട് അഭിനയിക്കുമോ എന്ന് ചോദിച്ചു. അങ്ങനെ പോയിട്ട് ഞാനും എൻ്റെ കൂടെ 2 ഫ്രണ്ട്സും കൂടെ അഭിനയിക്കാൻ പോയി. ആ ഷോട്ട് വെറുതെ ഇങ്ങനെ മോഹൻലാലിൽ ചാടി വീഴുന്നു, ഞങ്ങൾ പോയി നോക്കുന്നു, എഴുതി നോക്കുന്നു, അത്രയ്ക്കേ ചെയ്യാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 2 months അവർ നെക്സ്റ്റ് ഇപ്പോൾ ഈ ശ്രീധരൻ്റെ 1ാം തിരുമുറിവ് വേണ്ടി അവര് തിരുമുറിവിന്
ഹീറോയിനെ തേടുകയായിരുന്നു. നോക്കി നടക്കുമ്പോൾ ഗൃഹലക്ഷ്മിയുടെ കവർ പേജിൽ ഞാനും വേറൊരു കൂട്ടുകാരിയും കൂടെ കവർ പേജിൽ വന്ന് ഓക്കെ ദീപാവലിന്റെ സ്പെഷ്യൽ എന്തോ ആയിരുന്നു. ഞങ്ങൾ ആ നോർത്ത് ഇന്ത്യൻ ഡ്രസ്സ് ലാച്ച പോലത്തെ സാധനം ഇട്ടിട്ട് കവർ പേജ് വന്നു. അപ്പൊ ഇവര് ഈ പെണ്ണിനെല്ലാം അന്ന് നമ്മൾ അവിടെ വെച്ചിട്ട് കണ്ടതെന്ന് ഓർത്തിട്ട് അവർ പോയിട്ട് കോളേജിലൊക്കെ അന്വേഷിച്ച് എന്റെ അച്ഛൻ്റെ അടുത്ത് എത്തുകയാണ് ചെയ്തത്. അങ്ങനെ ചോദിച്ചത്. അപ്പൊ ചേച്ചിക്ക് ഒരു സിനിമ മോഹമോ സിനിമ നോട്ട് അറ്റ് ഓൾ ഒട്ടും ഉണ്ടായിരുന്നില്ല? ഫിലിം വാസ് നോട്ട് ഇൻ മൈ. എനിക്ക് അന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഐ വോണ്ട് ടു ഡു മൈ IAS എഴുതണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ എനിക്ക് എയർ ഹോസ്റ്റസ് ആവണം. എനിക്ക് ഈ ലോകം മുഴുവൻ കറങ്ങണം, എയർ ഹോസ്റ്റസ് ആയിട്ട് ഫ്രീ ആയിട്ട് ലോകം കറങ്ങണം. ഇതായിരുന്നു എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. I never wanted to be an actress. ദൈവം, എന്നിട്ട് ഇപ്പൊ കൊണ്ട് എവിടെയും വന്ന് നിൽക്കണേന്ന് നോക്കിക്കേ. ഷോ നമ്മുടെ തലയില് വരച്ചിരിക്കുന്നല്ലേ. അപ്പം അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഇഷ്ടമായിരുന്നു. ഫസ്റ്റ് ഫിലിം കഴിഞ്ഞിട്ടും ഞാൻ ഓൾമോസ്റ്റ് 5 years പിന്നെ അഭിനയിച്ചിട്ടില്ലായിരുന്നു. 87 മുതൽ 92 വരെ ഐ ഡി നോട്ട് ആക്ട്. 92-ല് ഇതുപോലെ ഞാനിപ്പോ ആഡ്സ് ചെയ്യായിരുന്നു, ചെറിയ ചെറിയ കമേഴ്ഷ്യൽസ് ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. ആ സമയത്ത് 92-ലായപ്പം പെട്ടെന്ന് ഒരു ആഡ് ചെയ്യുന്ന ഒരു ഫോട്ടോഗ്രാഫർ ക്യാമറമാൻ എന്നോട് പറഞ്ഞു, ഒരു സീരിയലിന്റെ ഷൂട്ട് നടക്കുന്നുണ്ട്, മധുമോഹന്റെ സീരിയലിന്റെ ഷൂട്ട് നടക്കുന്നുണ്ട്, അതിലൊരു റോളുണ്ട്, പെട്ടെന്ന് വന്ന് അഭിനയിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല, രാവിലെ ഒരു 10 മണിക്കാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഞാൻ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. ആലോചിക്കാൻ പറഞ്ഞു 12 മണി. അപ്പൊ എന്നോട് പറഞ്ഞു 12 മണിക്കുള്ളിൽ പറയണം, കാരണം ഇന്ന് ഷൂട്ട് തുടങ്ങാനുള്ളത്. ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ 12 മണിക്ക് മുമ്പേ തൊട്ട് മുമ്പേ വിളിച്ചാൽ മതി. സോ അപ്പോഴത്തേക്കും ഞാൻ ഓക്കെ, ഞാൻ പോയി ചെയ്യാമെന്ന് വിചാരിക്കുന്നു. 12 o'clock ഐ വെന്റ് ടു ദ ലൊക്കേഷൻ. 1:30 ഐ എം സ്റ്റാർട്ടിങ് മൈ ഷൂട്ട്. അങ്ങനെ പെട്ടെന്നുള്ള ഒരു ഡെസിഷൻ ആയിരുന്നു സീരിയലിലേക്ക് അഭിനയിക്കാൻ വന്നത്. അങ്ങനെ സീരിയൽ കുറെ കാലം ഐ വാസ് കംഫർട്ടബിൾ ഡൂയിങ് സീരിയൽസ് കുറെ കാലം ചെയ്തു. അതിന്റെ ഇടയിലാണ് പഞ്ചാബി ഹൗസും വേറെ കുറച്ച് ചെറിയ ചെറിയ മൂവീസും ചെയ്തത്. പിന്നെ ചേച്ചിയുടെ ആ മോഹങ്ങൾ IAS-ഉം ഇതും അതൊക്കെ പിന്നെ പോയി. ഇതിന്റെ ആ ഒരു ഹരം അറിഞ്ഞു കഴിഞ്ഞപ്പോ മുതല് ഇതിലേക്ക് അതല്ല, പഠിത്തം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീണ്ടും പഠിക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്ക് നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ നമുക്ക് ആഗ്രഹം ഉണ്ടാവും, അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ. പക്ഷെ ഗ്രാജുവേഷൻ കഴിഞ്ഞ പിന്നെ ഐ വാസ് നോട്ട് വെരി കീൻ ഓൺ സ്റ്റഡിങ് ഫോർ IAS. അങ്ങനെ അത് വിട്ടു. അപ്പം ഇങ്ങനെ ഒരു അഭിനയം പാഷനേ ആയിരുന്നില്ല, അഭിനയിക്കണമെന്നോ അല്ലെങ്കിൽ ഒരാൾ അങ്ങനെ ഒരു ഉള്ളിലെങ്കിലും അങ്ങനെ ഒരു ആഗ്രഹം ഉള്ളപ്പോഴല്ലേ നമ്മള് സ്ക്രീനിൽ മറ്റുള്ളവർ അഭിനയിക്കുന്ന കാണുമ്പോൾ നമ്മളൊക്കെ ഒന്ന് അഭിനയിച്ച് നോക്കാട്ടെ, നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യും. ചേച്ചിക്ക് ഇങ്ങനത്തെ ഒരു ഇതും ഇല്ലാണ്ട് ചേച്ചി പോയി നേരെ വന്നു പോയി ചെയ്യുന്നു. ഇൻഫാക്ട് ഞാൻ ശ്രീധരന്റെ 1-ാം തിരുമുറി ചെയ്ത സമയത്ത് പോലും എനിക്ക് അതിന്റെ സിനിമ കണ്ടപ്പോഴും ഇനി അഭിനയിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ സീരിയൽ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് അന്ന് സീരിയൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിന്റെ ടെലികാസ്റ്റ് വീക്ക്ലി വൺസ് ആയിരുന്നു ടെലികാസ്റ്റ്. അപ്പൊ സീരിയലിന്റെ ഷൂട്ട് കഴിയുന്നതിന് മുമ്പേ തന്നെ 1-2 എപ്പിസോഡൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പം അങ്ങനെ സീരിയലിന്റെ ഷൂട്ടിന്റെ ഫീഡ്ബാക്ക് കിട്ടുമല്ലോ നമുക്ക്. അന്ന് ഈ പറഞ്ഞ നാനാ ചിത്രഭൂമി എന്ന് പറഞ്ഞ മാഗസിൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിലിങ്ങനെ വന്നു നീന കുറുപ്പിന്റെ സമന്വയമല്ല, എന്തൊരു വാക്കുണ്ടായിരുന്നു, തന്മയത്വമുള്ള അഭിനയം കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മാത്തുക്കുട്ടി പിന്നെ ഒരു TP ഉഷയോ, ഈ 2 പേരായിരുന്നു അന്നത്തെ മാഗസിൻസിൽ ലാസ്റ്റ് ഒരു പേജിൽ മറ്റേ അവരെ കമന്റ്സ് ഉണ്ടാവും. അപ്പൊ അത് കേട്ടപ്പോഴാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു നല്ല ഫീൽ. ഓക്കെ, സംബഡി ഈസ് കമന്റിങ്. ഈ നാടകം അഭിനയിക്കുന്ന ആൾക്കാർ പറയല്ലോ, അവർക്ക് ഏറ്റവും വലിയ ഹൈ കിട്ടുന്നത് ആ പ്രേക്ഷകർ അപ്പൊ കൊടുക്കുന്ന കമന്റ്സ് ആണ്, ലൈവായിട്ട് കിട്ടുന്നത്. അപ്പൊ ആ ഒരു കമന്റ്സിലാണ് സത്യം പറഞ്ഞാൽ ഇനി നല്ല അഭിനയിക്കാം. പിന്നെ വേറെ പണിയൊന്നും അറിയൂലായിരുന്നു. ഗ്രാജുവേഷൻ കഴിഞ്ഞ് പിന്നെ വേറെ ഒന്നും ചെയ്തില്ല. ഞാൻ MA ചെയ്തു, പക്ഷെ ഐ ഡിഡ്ന്റ് കംപ്ലീറ്റ് ദ കോഴ്സ്. ജസ്റ്റ് 2-year കോഴ്സ് ചെയ്തു, പക്ഷെ എക്സാം കംപ്ലീറ്റ് ചെയ്തില്ല. സോ അതുകൊണ്ട് പിന്നെ വേറെ ഒന്നിനും കാര്യമായിട്ട് വേറെ പണിയൊന്നും അറിയില്ലായിരുന്നു. ഓക്കെ. അപ്പൊ ഈ ഫസ്റ്റ് സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ അപ്പം കുറെ ബ്ലണ്ടേഴ്സ് വരിക, തെറ്റിക്കുക, കുറെ റീടേക്സ് പോവുക, അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടോ? മെയിൻലി എന്താണെന്ന് വെച്ചാല് അതിലൊരു ക്യാരക്ടർ, ശ്രീധരന്റെ 1-ാം തിരുമുറിയിലെ ക്യാരക്ടർ ഒരു ഭയങ്കര ഒരു എന്താ പറയാ ഒരു മൂഷേട്ട സാധനമായിരുന്നു. അതുകൊണ്ട് വലിയ നമുക്ക് കുറെ ടേക്സ് ഒന്നും പോകേണ്ട ആവശ്യമില്ല. പക്ഷേ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ശ്രീനിയേട്ടൻ്റെ കൂടെ ഒരു സീനിൽ ശ്രീനിയേട്ടൻ പറയുന്നത് കോമഡി ആയിട്ടാണ് പറയുന്നത്. പുള്ളി സീരിയസ് ആയി പറയുന്നത്, പക്ഷെ അത് കോമഡി ആയിട്ടാണ് അത്. എനിക്ക് തോന്നുന്നു ഒരു 15 പ്രാവശ്യം ചിരിച്ചുകൊണ്ടിരുന്നു. ഞാൻ ടേക്ക് പോകാൻ പറ്റില്ല. അവസാനം എന്നോട് സത്യേട്ടൻ പറഞ്ഞു, നീന പോയിട്ട് കുറച്ചു നേരം റെസ്റ്റ് എടുക്കൂ, എന്നിട്ട് തിരിച്ചു വന്നിട്ട് എടുക്കാം പറഞ്ഞു. എന്നിട്ട് അപ്പോൾ ആ സമയത്ത് എന്നോട് അസോസിയേറ്റ് ഡയറക്ടർ പറഞ്ഞു, സത്യനന്ദിക്കാട് ഭയങ്കര ദേഷ്യം പിടിക്കുന്ന മനുഷ്യനാണ്, നീ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്നാലും ഭയങ്കര പ്രശ്നമാവും, അതുകൊണ്ട് വേഗം പോയിട്ട് അഭിനയിച്ചു, മേധാതിക്ക് അഭിനയിച്ചോ, അല്ലെങ്കിൽ പുള്ളിക്ക് ചൂടാവും. അപ്പൊ എനിക്ക് പേടിയായിരുന്നു, എന്നെ ചീത്ത പറയുമോ, സെറ്റിൽ ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ ചീത്ത പറയുമോ എന്ന് പേടിച്ചിട്ട് ചിരിക്കാതെ ഇപ്പോഴും ഞാൻ ചെയ്യും അത്. എനിക്ക് ചിരി വല്ലാതെ വന്നാൽ ഞാൻ എന്നെ പിടിച്ച് കുറെ നുള്ളും, ഭയങ്കരമായിട്ട് നുള്ളി വേദനിക്കും. അപ്പൊ ആ വേദനയിൽ നമ്മൾ ചിരി വരാതെ നിൽക്കും.